ടൂർഷിപ്പ് പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ നമസ്കാരം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താ പറയാ, ശരീരം വേണമെന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കെയറിങ് ചെയ്യാം. 1.5 ലക്ഷം രൂപയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞിട്ട് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കെയറിങ് ചെയ്യാം. 1.5 ലക്ഷം രൂപയൊന്നും വേണ്ട. അതോ അത് ഞാൻ ചേച്ചിയുമായി ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നു. അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കം ഉണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ. ഒരു മര്യാദ വേണം. എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട്. പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ മാമുക്കോയ അങ്കിള്, പിന്നെ മാമുക്കോയ അങ്കിള്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നമ്മള് ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകും പോലെ വണ്ടിയിൽ കാറിൽ പോകണം. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എനിക്ക് പേടിയാവുന്നളിയാ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. പിന്നെ സുധീഷ് എന്നാണ് അവന്റെ ആ ചെറ്റയുടെ ആ പരമ നാറിയുടെ പേര്. ഞാൻ കോൾ ചെയ്തു, എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. മക്കളെ നമ്മളോടൊന്നും തോന്നല്ലേ? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.